ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ബോളിവുഡിൽ ഇന്ന് മമ്മൂട്ടി ചർച്ചയാവുകയാണ്. വെറും ചർച്ചയല്ല, ഏതാനും വർഷങ്ങളായി പലപ്പോഴും മമ്മൂട്ടിയെ അവർ ക്ലോസ് വാച്ച് ചെയ്യാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നാൽ അവിടെ വലിയ ചർച്ചകളാവുന്നു. വീണ്ടും കളങ്കാവിലെത്തുമ്പോൾ അത് ഒരു വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട 2-3 സ്റ്റില്ലുകൾ നമ്മൾ കണ്ടിരിക്കും. അതിനതിൽ പ്ലെയിനിൽ മമ്മൂട്ടിയുടെ കളങ്കാവിൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഡാമിൻ്റെ ഇടയിൽ വെക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം, അന്നത് ട്രോൾ ചെയ്യാനാണെങ്കിൽ ഇന്ന് മുക്കിലും മൂലയിലുമുള്ള ജനങ്ങൾ വരെ ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനം. ബോളിവുഡിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന വ്യക്തി എന്ന് തന്നെ പറയാം. ഇന്ന് അവിടെ ഹിന്ദി സിനിമാ മേഖലയിൽ ഏറെയും ചർച്ചയാവുന്നത് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് തന്നെയാണ്. എത്ര ധൈര്യമാണ് ഇയാൾക്ക്? ഇയാളൊരു സൂപ്പർ താരമല്ലേ? എന്നിട്ട് അയാൾക്ക് എങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം തിരഞ്ഞെടുക്കാൻ കഴിയുന്നു? അതും നമ്മളുടെ ഈ ഒരു സിനിമാ മേഖലയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൈവച്ചാൽ ഒരുപക്ഷെ അയാൾ അതിലേക്ക് വീണ് പോകാനുള്ള ചാൻസുകളേറെ. എന്നിട്ടും അത്ര ധൈര്യത്തോടെ അയാൾ എങ്ങനെ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ആ ഒരു ചർച്ചയിൽ അവർ കണ്ടെത്തുന്ന. തമാശ രൂപേണയാണെങ്കിലും ഒരു നടന്, ഇന്ത്യൻ സിനിമയിൽ ഒരു നടന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും അവർ കണ്ടെത്തുകയാണ്. വേറെ ഒന്നുമല്ല, അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ്. വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. ഇന്ന് കളങ്കാവിൽ ഒരു അതിഗംഭീര സിനിമ എന്നുള്ള ആ ഒരു പേര് ലോകമെമ്പാടും നേടിയെടുത്തിരിക്കുകയാണ്. ഒപ്പം ഹിന്ദിയിൽ അവർ ആ ഒരു അഭിനയം കണ്ട് ഞെട്ടുകയാണ്. ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു നടൻ്റെയും പ്രകടനത്തിൽ അവർക്ക് ഇത്രത്തോളം വ്യത്യസ്തത കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവിടുത്തെ ചർച്ചകളിൽ അവരെല്ലാം തന്നെ പറയാണ്. പല സംവിധായകരും മമ്മൂട്ടിയെ വില്ലനായി കിട്ടാൻ കൊതിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ബഡ്ജറ്റ് അവിടെ പ്രശ്നമുള്ള കാര്യമല്ല. 100-150 കോടി വേണമെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കാം. പക്ഷേ വില്ലൻ വേഷത്തിലേക്ക് മമ്മൂട്ടിയെ ഒന്ന് കിട്ടണം. ബോളിവുഡിനെ ഒന്ന് ഞെട്ടിക്കുന്ന വില്ലൻ. ഇതുവരെ അവിടെ കിടന്ന് ആക്രോശിച്ച് ബഹളമുണ്ടാക്കുന്ന വില്ലന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര വില്ലനെ അവർ ഇന്നാണ് കണ്ടത്. അത് നായകനിൽ നിന്നുള്ള ഒരു വില്ലനെ. അപ്പോൾ മമ്മൂട്ടി ഒരു വില്ലനായാൽ നായകന്മാരൊക്കെ ഓടേണ്ടി വരുമെന്നുള്ള ലെവൽ തന്നെയാണ് അവിടുത്തെ ചർച്ചയിലും കാണാൻ കഴിയുന്നത്. പക്ഷേ മമ്മൂട്ടിയാണ്, നമുക്കറിയാം, നായകപ്രധാനമായിട്ടുള്ള സിനിമയാണെങ്കിൽ പുള്ളി എടുക്കും. അല്ലെങ്കിൽ ഹിന്ദി അല്ല ഇംഗ്ലീഷ് മൂവിയാണെങ്കിലും സൈഡ് റോൾ അഭിനയിക്കാൻ പുള്ളി അങ്ങനെയൊന്നും പോകാറില്ല. അല്ലെങ്കിൽ അതിനും പുള്ളി ആ ഒരു സംഭവം നായക തുല്യമാക്കി എടുക്കുമെന്നുള്ളത് നമുക്കറിയാം. ഏതാനും ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ ഒരു ക്യാമിയോ റോൾ പോലെ ചെന്നേക്കാം എന്നുള്ളത് മാത്രമാണ്. എന്നിരുന്നാലും ഒരു കാര്യം ഇവിടെ ചർച്ചയിൽ കാണുന്നത്, എങ്ങനെയാണ് ഇത്ര ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഹിന്ദി മേഖലയിൽ വരുന്നു. വേറൊന്നുമല്ല, 22ഓളം നായികമാരുമായിട്ട് ഫ്ലെക്സിബിലിറ്റി. മമ്മൂട്ടി എന്ന നടൻ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ആക്ടേഴ്സുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻസ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫ്ലെക്സിബിൾ അല്ല എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏതാനും സമയങ്ങളിൽ അദ്ദേഹം ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തിൽ കാണുന്നത് ഇത്ര ഗംഭീരമായിട്ട് 22 നായികമാരോട് അത്ര ലളിതമായിട്ടും ഒരു നാച്ചുറൽ ആയിട്ടും എത്തുന്ന ആ ഒരു രീതി വേറെ ഒരു നടനിലും അവർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരേ രീതിയാണെങ്കിൽ 20-ലധികം നായികമാരോട് ചെറിയ ചെറിയ സീനുകളിലാണ് അവർക്ക് ഇമ്പോർട്ടൻസോടെ ഇത്ര ഗംഭീരമായിട്ട് ഇത്ര നാച്ചുറലായിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെയുള്ള അഭിനയവും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ ഒരു ചലനം പോലും ഇല്ലാതെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണാൻ കഴിയുന്ന ലെവലിലുള്ള അഭിനയവുമൊക്കെ ഇന്ന് ഹിന്ദി സിനിമാ മേഖലയിൽ അത്ഭുതത്തോടെ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മമ്മൂട്ടി സിനിമകൾ ചർച്ചയാകുമ്പോൾ ഏതൊരു നടനും ഒരു സിനിമയൊക്കെ പീക്കായി വരാമെന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് സാധാരണയായി അറിയുന്നത്. പക്ഷേ ഇയാൾ ചെയ്യുന്നതെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായി വരുന്നു. റോഷാക്ക് മുതൽ നോക്കുകയാണെങ്കിൽ, നൻപകൽ നേരത്ത് മയക്കം മുതൽ നോക്കുകയാണെങ്കിൽ, ഭീഷ്മപർവം മുതൽ നോക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന എലിമെൻറ്റ്സ് എല്ലാം ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ്. അതും ഏറെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സ്റ്റൈലിലുള്ള സാധനങ്ങൾ തന്നെ പറയാം. ഒരു കൊമേഴ്ഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വാല്യൂവിനോട് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ലെവലിലുള്ള കളങ്കാവൽ പോലെയുള്ള സിനിമ ഇത്ര വലിയ സക്സസ് ആക്കുന്നതും ഈ ഒരു പേര് തന്നെയാണ്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി എന്നുള്ള പേര്. ആ ഒരൊറ്റ ഫാക്ടറിലാണ് ആ സിനിമ എത്തുന്നതെന്ന് ഹിന്ദി ചലച്ചിത്ര മേഖലയിലുള്ളവർ പറയുന്നു. വമ്പൻ താരങ്ങളും വമ്പൻ ഡയറക്ടേഴ്സും ഈ ഒരു സിനിമ കണ്ടിട്ട് അവർ അത്ഭുത സ്തബ്ധരായി മാറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ബോളിവുഡിനെയും കീഴടക്കി മമ്മൂട്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഹിന്ദി സിനിമയിൽ മമ്മൂട്ടി ചർച്ച തരംഗമായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി അടുത്ത സിനിമ വരുമ്പോഴും ഇത് തന്നെ ആ ഒരു ചുറ്റുമേശക്കിരുന്ന് ആളുകൾ കയ്യടിയോടെ പറയുന്ന കാര്യവും അതുതന്നെയായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.